നമസ്കാരം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ശ്യാമ എസ് പ്രഭയാണ് ഇന്ന് കേരള പച്ചയിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ഒരു നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കാര്യമായിട്ട് ശ്യാമയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും JRF കിട്ടിയ കേരളത്തിൽ ആദ്യമായി JRF കിട്ടിയ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് താങ്കൾ. ഇത്രത്തോളം പ്രതിസന്ധികൾ നേരിട്ടാണ് ഇത്ര വലിയൊരു വിജയം നേടിയത്. എങ്ങനെയാണ് ആ വഴിത്താരകൾ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ വലിയ സങ്കീർണമായിരുന്ന കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ ഒരു വിഭാഗം മനുഷ്യരെ സ്വാഭാവികതയുള്ള മനുഷ്യരായി പോലും സമൂഹം അംഗീകരിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സാമൂഹിക ഇടങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സാമൂഹിക ഇടങ്ങൾ, അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്തോ മോശക്കാരാണ്, അല്ലെങ്കിൽ സ്വാഭാവികതയുള്ള മനുഷ്യരല്ല എന്ന രീതിയിൽ തന്നെ കാണുകയും ആ രീതിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ പലപ്പോഴായി മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ മാറ്റി നിർത്തിയ ഇടങ്ങളിൽ നമ്മുടേതായ ഇടങ്ങൾ കണ്ടെത്തി അവിടെ നിലനിൽക്കണം എന്നുള്ളത് ഒരു വാശി തന്നെയായിരുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രതിനിധി മാത്രമാണ്, എന്നെപ്പോലെ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവരോരോരുത്തരും ഒരുപക്ഷെ ചിന്തിക്കുന്ന ആ രീതിയിലായിരിക്കാം. തങ്ങളെ കഴിവുകളെ വില കുറച്ചുകൊണ്ട് മാറ്റി നിർത്തിയ ഇടങ്ങളിൽ നമുക്ക് നിലനിൽക്കണമെന്നും അത് സമൂഹം തന്നെ ആ രീതിയിലേക്ക് അംഗീകരിക്കണം എന്നൊക്കെയുള്ളൊരു നിശ്ചയദാർഢ്യം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കും പേഴ്സണലി വ്യക്തിപരമായിട്ട് ഞാനും ആ രീതിയിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണ്. കാരണം കൂടുതൽ നിങ്ങൾ കടന്നു വന്ന വഴികൾ, വീഥികൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരുപാട് സമൂഹം ചർച്ച ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നിരവധി ഇടങ്ങളിൽ, നിരവധി തലങ്ങളിൽ നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ. എങ്ങനെയാണ് ഈ മാറ്റം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ കേരളം എടുത്തു നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെ വീക്ഷിക്കുന്നു? മാതൃകാപരമായ മുന്നേറ്റമാണ് ഈ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷ കാലയളവിനുള്ളിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാര്യം ഒരു 10 വർഷം മുൻപ് സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കുന്ന ഒരു അനുഭവം അല്ല എന്നുള്ളത്. ആ സാമൂഹ്യ സ്വീകാര്യതയിൽ മാറ്റം വന്നിട്ടുണ്ട്, കുടുംബങ്ങളിൽ സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു 10 വർഷം മുൻപുണ്ടായിരുന്ന രീതിയിലല്ല ഇന്ന് ഇത്തരം മനുഷ്യരെ കാണുന്നത്. അത് വിദ്യാലയങ്ങളായിക്കോട്ടെ, കലാലയങ്ങളായിക്കോട്ടെ, ആ രീതിയിൽ സമസ്ത മേഖലകളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം ഈ വിഷയത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. നമ്മുടെ ഒരു സുപ്രീം കോടതി 2014 ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നു. അതിനുശേഷം ഒരു നയം ഉണ്ടാകുന്നു. ആ നയം ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷ, തൊഴിൽ, നൈപുണ്യ വികസനം, അങ്ങനെ പല മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ കമ്മ്യൂണിറ്റി വ്യക്തികളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ച് സമൂഹ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അധ്യാപകരായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരടക്കമുള്ള വിഭാഗം ആൾക്കാരിലേക്ക് ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരം മനുഷ്യരുണ്ടാകുന്നത്, അവരുടെ സാമൂഹ്യ സാഹചര്യം എന്താണ്, ജീവശാസ്ത്രപരമായ അവസ്ഥ എന്താണ്, അതിനെപ്പറ്റി ആധികാരികമായ ധാരണ ഇത്തരം ആൾക്കാർക്ക് കൊടുത്തത് വഴി ഉണ്ടായിട്ടുള്ളൊരു മുന്നേറ്റമുണ്ട്. അത് ഞങ്ങളെയൊക്കെ സ്വാഭാവികതയുള്ള മനുഷ്യരായി തന്നെ സമൂഹം അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ അത്തരം ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഈ വിഭാഗം ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഭിക്ഷാടനമോ ലൈംഗിക തൊഴിലോ തന്നെയാണ്. ഇന്നും ആ നിലയിൽ തന്നെ അവരവിടെ തുടരുകയാണെന്ന് പറയുമ്പോൾ ഭരണ സംവിധാനങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർ അത്ര കണ്ട് ഗൗരവം മാത്രമേ ആ മേഖലയിലുള്ള അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിലുള്ള മനുഷ്യർക്ക് നൽകുന്നുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാനുള്ള അവസരം ഇന്നുണ്ട്. നല്ല തൊഴിൽ മേഖലകളിലേക്ക് കടക്കണമെങ്കിലോ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കണമെങ്കിലോ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് വളരെ സമഗ്രമായ മുന്നേറ്റം ഈ മേഖലയിൽ നടത്താൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാമൂഹ്യ സ്വീകാര്യതയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ദൃശ്യത വർദ്ധിച്ചിട്ടുണ്ട്.
കൂടുതൽ പേർ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ സന്നദ്ധരായി വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ JRF നേടിക്കഴിഞ്ഞു എന്നുള്ളത് ഇപ്പം ഞാനൊരാൾ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ആ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് വലിയ മുന്നേറ്റം വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, തൊഴിൽ മേഖലയിലായിക്കോട്ടെ ഇത്തരം മനുഷ്യരുടെ കടന്നു വരവ് വഴി മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നമ്മൾ വീക്ഷിക്കേണ്ടത് ആളുകളുടെ ഒരു സമീപനം അതൊരു വലിയ വിഷയമാണ്. അത് ഇപ്പോഴും അത് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, പലരും ആ രീതിയിൽ ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജനപ്രതിനിധികൾ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർ അവരുൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കുന്നത്? അതൊരു വലിയ മാറ്റമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പോകുന്ന ഇടങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പൊതു ഇടങ്ങളിൽ നമുക്ക് നിലനിൽക്കേണ്ടി വരുന്നുണ്ട്, സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ഈ പറയുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ, അത് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള ജനപ്രതിനിധികളായിക്കോട്ടെ അല്ലെങ്കിൽ നിയമസഭാ സാമാജികരായിക്കോട്ടെ, ആ രീതിയിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ആൾക്കാരോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറയുന്ന സമയത്ത് അത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം മാത്രമേ ആവുന്നുള്ളൂ. ഇപ്പം ഞങ്ങളെ ശ്രവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഞങ്ങളെ കേൾക്കാനും ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാനും അവർ മാറ്റിവെക്കുന്ന ആ ഒരു സമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ട് നിയമപരമായിട്ടുള്ള സാധ്യതയും സർക്കാരിൻ്റെ നയപരമായ തീരുമാനം അനുസരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അതിന് 100% പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇപ്പോൾ ഈ ChatGPT ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ മേഖലയിൽ ഇത്ര കണ്ട് ഇടപെടൽ നടത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിലാദ്യം വരുന്ന സംസ്ഥാനം നമ്മുടേതാണ്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ മന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആയിക്കോട്ടെ. ഇടതുപക്ഷ സർക്കാർ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ സമാനതകളില്ലാത്തതാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞു, നേരത്തെയും പറഞ്ഞു. അത് ഈ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികൾക്കടക്കമുള്ളതൊരു ധാരണയാണ്. അതായത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ജുഡീഷ്യറിയുടെ ഇടപെടലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ആരോഗ്യപരമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി ആയിക്കോട്ടെ, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആയിക്കോട്ടെ, അത്തരം ഏജൻസികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ, ആ നിലപാടിനെ പറ്റി ആധികാരികമായ ധാരണയുള്ളവരാണ്. അപ്പോൾ ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മനുഷ്യരെ മാറ്റി നിർത്തേണ്ടവരല്ല, സ്വാഭാവികതയുള്ള എല്ലാ മനുഷ്യരെയും പോലെയുള്ള മനുഷ്യരാണെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുമുള്ള ഒരു ബോധ്യം, അത് ഒരു ഭരണഘടനാ ബോധ്യം കൂടെയാണ്. ആ ബോധ്യത്തിലേക്ക് നമ്മുടെ ജനപ്രതിനിധികൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിമാരുടെ അടുത്തൊക്കെ നമ്മളൊരു വിഷയത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അതിനെ കേൾക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ളൊരു സാധ്യത ഉണ്ടായതും അത് പ്രാവർത്തികമായിട്ടുള്ളത്. ഇപ്പോൾ എല്ലാത്തിലും ഗുണവുമുണ്ട് ദോഷമുണ്ട്. നമുക്ക് ലഭിച്ചതുണ്ട്, ലഭിക്കാത്തതുണ്ട്. ഇപ്പോൾ സർക്കാരും മന്ത്രിമാരും ഒക്കെ അനുകൂലിച്ച് നിൽക്കുന്നു, എല്ലാ സഹകരണവും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനി നേടിയെടുക്കാനുള്ളതായിട്ടുണ്ടാവും, ഉറപ്പാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾ അത് അത്തരത്തിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഇനിയും മുൻപോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ അതെന്താണ്? എനിക്ക് തോന്നുന്നു ഒരു നയം നടപ്പിലാക്കിയത് വഴി ഉള്ള കുറേയധികം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനോടകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് അവകാശാധിഷ്ഠിതമായിട്ടുള്ള ഇടപെടൽ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യക്തി നിയമങ്ങളടക്കം പലപ്പോഴായി കാലങ്ങളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളാവുമ്പോൾ അത്തരം നിയമങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ മാത്രമേ ക്യുവറായിട്ടുള്ളൊരു വ്യക്തിയെ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നുള്ളത് പരിമിതിയാണ്. അപ്പോൾ ആ പരിമിതി ഒരുപക്ഷെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. മാത്രമല്ല തൊഴിൽ മേഖലയിൽ ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ ചില കോഴ്സുകൾക്ക് ഇപ്പോഴും നമുക്ക് ആപ്ലിക്കബിളായി കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് ഒരുപക്ഷേ ഈ സംവരണം ബാധകമാണ്. അതുമാത്രം LLB ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അത് ബാധകമാണ്. പക്ഷേ MBBS പോലുള്ള കോഴ്സുകളിലേക്ക് വരുമ്പോൾ ആ സംവരണം ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നില്ല. മാത്രമല്ല പൊതു നിയമനങ്ങളിൽ സംവരണം കൊണ്ടുവരണം എന്നുള്ളത് 2014 സുപ്രീം കോടതിയുടെ നിർദ്ദേശമായിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഇതുവരെ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു നടപ്പിലാക്കാനുള്ള ഇടപെടലുകൾ നമ്മൾ സമ്മർദ്ദം ഉൾപ്പെടെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ നടന്നു വരികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ആ രീതിയിലുള്ള ഇടപെടലുകൾ ഇനിയും കുറച്ചുകൂടെ നമുക്ക് നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിവാഹ അവകാശത്തെ സംബന്ധിച്ച്, സ്വത്തവകാശത്തെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ഇപ്പോൾ ഒരു റീപ്രൊഡക്റ്റീവ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്തരം മനുഷ്യരുടെ സ്പേമോ എഗ്ഗോ ഒക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ നിയമപരമായി തന്നെ തടസ്സം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമഗ്രമായ ഇടപെടൽ ഇനിയും ഈ വിഷയത്തിൽ നടത്താനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് ഇതിനോടകം തന്നെ. ഇത്തരം ഇപ്പം നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾക്കകത്തടക്കം പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളുണ്ടല്ലോ, ഇന്ന ഇന്ന കാര്യങ്ങൾ ഇനിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്, ആ രീതിയിലുള്ള സമ്മർദ്ദം നമുക്ക് സർക്കാരിന്മേൽ കൊടുക്കേണ്ടതുണ്ട്, ആ രീതിയിലുള്ള മാറ്റം ഈ വിഷയത്തിനകത്ത് കൊണ്ടുവരണം. അത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെ പറയുമ്പോൾ അതിനെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക അറിയിക്കുകയാണ്. അതിപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ ഒരു ബോർഡ് മെമ്പറായിട്ടിരിക്കുന്ന സമയത്ത് മിനിസ്റ്ററാണ് അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സമിതിക്കകത്ത് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. അതിന് സർക്കാർ ഏതൊക്കെ ഇപ്പോൾ പല വകുപ്പിൻ്റെയും കൺകറൻസ് ഒരു പക്ഷേ ഇതിനകത്ത് ആവശ്യമായിരിക്കാം. ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു വകുപ്പിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാവണമെന്നില്ല. ഇപ്പോൾ നിയമവകുപ്പ് ഉൾപ്പെടെയുള്ള പല വകുപ്പുകളുടെയും ആധികാരികമായിട്ടുള്ള ഒരു നിർദ്ദേശത്തെ എടുത്തുകൊണ്ട് മാത്രമേ ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഒരു പക്ഷേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ ഇതിനോടകം നമ്മൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇനിയും നമുക്ക് പോകാനുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ സക്സസ് ആയി തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 7ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠനം ഉപേക്ഷിച്ച് പോകുന്ന കുട്ടികൾക്ക് വീണ്ടും അത് തുടർന്ന് പോകാനുള്ള സാധ്യതയാണ് സാക്ഷരതാ മിഷൻ വഴി ഒരുക്കിയിട്ടുള്ളത്. ഇനി അതുവഴി ഒരു അടിസ്ഥാന യോഗ്യത കിട്ടിക്കഴിയുന്ന ഒരാൾക്ക് ഡിഗ്രി കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനൊരു ഏജ് ബാർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഏജ് ബാർ ഗവൺമെൻറ് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള സ്കോളർഷിപ്പും ഹോസ്റ്റൽ ഫീസും ഉൾപ്പെടെ ഒരു വർഷം ഒരു വിദ്യാർത്ഥിക്ക് 60,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഡിഗ്രി UG PG കോഴ്സാണെങ്കിൽ. ഇനി പ്രൊഫഷണൽ കോഴ്സാണെങ്കിൽ മാക്സിമം അത് 1,00,000 രൂപ വരെയുള്ള തുകയിലേക്ക് അങ്ങനെ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള റീഇംബേഴ്സ്മെൻ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ എനിക്ക് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കോഴ്സ് പഠിക്കണം, അത് ഇന്ന സ്ഥലത്തേ ഉള്ളൂ, ആ കോഴ്സ് പഠിക്കാൻ കുറച്ച് ഒരു പക്ഷേ 2 ലക്ഷമോ 3 ലക്ഷമോ ആവുന്നു ആയിക്കോട്ടെ, ആ പൈസ മുഴുവൻ സർക്കാർ കൊടുത്തുകൊണ്ട് തന്നെ ആ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്നു. എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തിക്ക് തന്നെ ഏകദേശം 25 ലക്ഷത്തോളം രൂപ കൊടുത്ത് അയാളെ പൈലറ്റാക്കാനുള്ള ഒരു സഹായം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആദം ഹാരി പോലുള്ളൊരു പൈലറ്റിനെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള ഒരു സാധ്യതയും ഈ സർക്കാർ തേടുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ശോഭിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഒരു ഭാഗത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഇടപെടൽ നടക്കുമ്പോൾ മറുഭാഗത്ത് അവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ ഈ ഗുണഭോക്താക്കൾക്ക് പൊതുവേ സർക്കാരുകൾക്കെതിരെ സർക്കാരിനെതിരെയുള്ള പരാതി വരുന്നത് ഗുണഭോക്താക്കൾക്ക് കാര്യമായ രീതിയിൽ ഈ തുകകളൊന്നും ലഭിക്കുന്നില്ല, അവർ അതൊക്കെ സർക്കാർ തന്നെ മുക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ പറയുന്നത് പോലെ ഇത്രയും 25 ലക്ഷം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു തുകയില്ല, അത് ഒരാൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾക്ക്. അത് അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട്, അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അല്ലേ? എല്ലാത്തിനുമുള്ള ഇപ്പം നമുക്ക് വിവരാവകാശം കൊടുത്താൽ കിട്ടാവുന്നൊരു രേഖയാണല്ലോ ഇത്. ഒരു വർഷം ഇപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റ് അലോക്കേഷൻ നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് വന്ന ബഡ്ജറ്റിൽ മഴവില്ല് എന്ന് പറയുന്ന സമഗ്ര പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി. ആ പദ്ധതിക്ക് ഇതുവരെ അനുവദിച്ചുകൊണ്ടിരുന്നത് ഏകദേശം 5.5 കോടി രൂപയാണ്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ അത് 7 കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണല്ലോ സർക്കാർ അതിൻ്റെ ബഡ്ജറ്റ് വിഹിതം ഉയർത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാളുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹോസ്റ്റൽ ഫീസ് 40,000 രൂപ ഒരു വർഷം കൊടുക്കുന്നു, സ്കോളർഷിപ്പ് 20,000 രൂപ ഒരു വർഷം കൊടുക്കുന്നു. അപ്പോൾ 60,000 രൂപ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നതാണ്. ഇനി അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഡിഗ്രിയൊക്കെ യോഗ്യതയുള്ള ആളാണ്, അയാൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഉൾപ്പെടെ പഠിക്കണം. അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസും ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ ഈ +2 തൊട്ടുള്ള ഇങ്ങോട്ടുള്ള നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഇനി അതല്ലെങ്കിൽ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ UGC JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഈ പ്രിപ്പറേഷൻ കോഴ്സുകൾക്കൊക്കെ യത്നം എന്ന പേരിലൊരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി പ്രകാരം ഈ കോഴ്സ് ഫീസ് ഉൾപ്പെടെ ഏകദേശം 40,000 രൂപ കൊടുക്കുകയും മെയിൻ്റനൻസ് അലവൻസ് ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്ലെയിം ചെയ്യുന്ന ബെനിഫിഷ്യറീസ് ഉണ്ട് നമ്മുടെ വിഭാഗത്തിൽ.
ഓരോ വർഷവും നമ്മുടെ ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം കൂടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിന് ചില ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരാൾ ഒരു അപേക്ഷ തരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് പൈസ കിട്ടണം എന്നില്ല. സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ടാവും. ആ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഈ ആനുകൂല്യം അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ ഇന്ന് തന്നെ ഒരുപക്ഷെ ആനുകൂല്യം കിട്ടണമെന്നില്ല. എന്നാൽ എല്ലാ മനുഷ്യർക്കും, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അവരുടെ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി പ്രകാരം സർക്കാരിനെ സമീപിക്കുന്ന സമയത്ത് ഒരാൾക്ക് പോലും അർഹിക്കുന്ന അംഗീകാരം എന്നുള്ള നിലയിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേസുകൾ വരുവാണെങ്കിൽ അതിന് അനുസരിച്ചുള്ള കാരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം. നാളിതുവരെ നമ്മുടെ ട്രാൻസ്ജെൻഡർ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിലവഴിച്ച തുകയായിക്കോട്ടെ, ഓരോ പദ്ധതികൾക്കുമുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഏതൊരു ലേമാൻ എന്നുള്ള നിലയിൽ അയാൾക്ക് ഒരു വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കൈകാര്യം ചെയ്യുന്ന നോഡൽ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പാണ്. സാമൂഹ്യനീതി ഡയറക്ടർക്ക് തന്നെ നമുക്ക് വിവരാവകാശം കൊടുക്കാം. എത്ര പേർക്ക് നിങ്ങൾ ഇത് പ്രകാരം ധനസഹായം കൊടുത്തിട്ടുണ്ട് എന്നറിയാൻ പറ്റും. മാത്രമല്ല, നമ്മൾ വായ്പാ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ വഴി ട്രാൻസ് വ്യക്തികൾക്ക് വായ്പ കൊടുക്കുന്നുണ്ട്. അതുൾപ്പെടെ മൊറട്ടോറിയം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലോൺ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ബെനിഫിഷ്യറീസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുടെയും അവകാശങ്ങൾ അങ്ങനെ അകാരണമായി തടഞ്ഞു വെക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ലാക്കോടെ ഈ വിഷയത്തെ സമീപിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അത് പലപ്പോഴും നമുക്കിപ്പോൾ വളരെ അടുത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഈ വിഷയത്തിലടക്കം കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ആൾക്കാർ തന്നെ പറയുന്നതാണ് അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം എത്ര പേരാണ് അതിൻ്റെ ഭാഗമായി വരുന്നെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. അതിനുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് പുറത്തു വിടാനും സാധിക്കും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ചില വാർത്തകൾ കൊടുക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരു ഭരണകൂടം ശക്തമായി കൂടെ നിന്നാലേ നിങ്ങൾക്ക് ശക്തമായി മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് ഇപ്പോൾ ഈ പ്രതികരിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല രീതിയിൽ അതിന് സാധിച്ചു ഇതുവരെ എന്നാണ്. ഇനിയിപ്പോൾ ഈ ഒരു 10 വർഷം, ആ 10 വർഷ കാലയളവിൽ കണ്ട മാറ്റങ്ങളാണ് ഇവയൊക്കെ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനെ എങ്ങനെ വിലയിരുത്തുന്നത്? ഈ 10 വർഷം കൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ പൊതു യാത്രാ സംവിധാനങ്ങൾക്കകത്തടക്കം ഒരു 10 വർഷം മുൻപ് യാത്ര ചെയ്യുന്ന സമയത്ത് മനുഷ്യരുടെ ചുളിഞ്ഞു നോട്ടങ്ങളും പിറുപിറുപ്പുകളും ഒരുപക്ഷെ ശാരീരികപരമായിട്ടുള്ള ഉപദ്രവങ്ങളടക്കം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അത് ഞങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ഇടങ്ങളിലായിക്കോട്ടെ, അവിടെയെല്ലാം നമ്മുടെ അസ്തിത്വത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നൊരവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ സമഗ്രമായി വളരെ കൃത്യമായി എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ഈ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ജുഡീഷ്യറിയുടെ ഇടപെടൽ ഈ വിഷയത്തിനകത്ത് ഉണ്ടായാൽ പോലും സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള ഒരു തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റുക, അല്ലേ? ഇപ്പോൾ ഇങ്ങനെ കുറേയധികം മനുഷ്യർ സമൂഹത്തിലുണ്ടെന്നും അവർ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും അവർ അംഗീകരിക്കപ്പെടേണ്ടവരാണെന്നുള്ളൊരു ഒരു പൊതു സന്ദേശം ഈ വിഷയത്തിൽ കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ വിദ്യാഭ്യാസ ഇടങ്ങൾ 10 വർഷം മുൻപുണ്ടായിരുന്ന പോലെയല്ല. ഇത്തരം മനുഷ്യരെ ഇൻക്ലൂസീവാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റം അവിടെ നടന്നിട്ടുണ്ട്. അത് വാക്കിലുള്ള മാറ്റമല്ല. ഈ ആൺ പെണ്ണെന്ന് പറയുന്ന ബൈനറി സിസ്റ്റത്തെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ബൈനറിക്ക് അപ്പുറത്തേക്ക് ഇവിടെ ജീവിതങ്ങളും മനുഷ്യരും ഉണ്ടെന്നുള്ളത് ഏറ്റവും ചെറിയ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കുട്ടികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പാഠപുസ്തകങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആൺ പെണ്ണെന്ന് പറയുന്ന വ്യത്യാസത്തെ പറ്റിയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ അസുഖങ്ങളായിട്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി ഇന്ന് നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ, എന്താണ് ട്രാൻസ്ജെൻഡർ, എന്താണ് ഈ പറയുന്ന ലിംഗ വൈവിധ്യം സ്ഥിരീകരിക്കാത്ത മനുഷ്യരെ പറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചു തുടങ്ങുകയാണ്. അവരുടെ പാഠപുസ്തകത്തിന് പഠിച്ചു തുടങ്ങുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പഠിക്കുകയാണ്. അവരുടെ ജീവശാസ്ത്ര പുസ്തകങ്ങളായിക്കോട്ടെ, ഭാഷാ പുസ്തകങ്ങളായിക്കോട്ടെ, ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തത് വഴി ഇതിൻ്റെ ശാസ്ത്രീയപരമായ വശത്ത് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതുവഴി ഒരു വിവേചനം നമ്മുടെ വിദ്യാഭ്യാസ ഇടങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നും ഒക്കെ ഉറപ്പാക്കി ഇത്തരം മനുഷ്യർക്ക്
സമൂഹത്തിൽ നിലനിൽക്കാൻ, വിവേചനമില്ലാതെ സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പോൾ നാഷണൽ ലെവലിലൊക്കെ നടക്കുന്ന പല കൺസൾട്ടേഷൻസിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ കേരളത്തിൽ നിന്നാണ്, എൻ്റെ സർക്കാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ആശങ്കയോടെയും അതിശയത്തോടെയാണ് നോക്കുന്നത്. ഒരു സർക്കാർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് നോക്കാം. ഏതൊക്കെ പദ്ധതികളാണ് നമുക്ക് നിലവിലുള്ളത്, അതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം പല സംസ്ഥാനത്തും ഇപ്പം നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റി. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് വഴി പോലീസുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിരന്തര അതെ, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഒരു സംഭവം നടക്കുന്ന സമയത്ത് അടിച്ചാൽ ഞങ്ങൾ അടിക്കൽ ചത്തുപോകുന്ന പറഞ്ഞപ്പോൾ നിങ്ങൾ ചാകേണ്ടവരാണെന്ന് പറഞ്ഞ് മർദ്ദിച്ച പോലീസുകാരിൽ നിന്നുകൊണ്ട് ആ പോലീസുകാർ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പലയിടങ്ങളിലും ക്ലാസ് എടുക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പോലും അതെ. പോലീസിന്റെ അപ്പം അത് ഒരു മാറ്റമാണല്ലേ. ആ മാറ്റത്തിന് നിർണായകമായ ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയാണെന്ന് നമുക്ക് എവിടെയും പറയാം. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. വളരെയധികം നന്ദി. ഇത്രയും ഈ വിലപ്പെട്ട സമയം നമുക്കൊപ്പം ചേർന്നതിന്. ഇനിയും മുൻപോട്ട് ശക്തമായി തന്നെ പോകാൻ സാധിക്കട്ടെ. എല്ലാ തലങ്ങളിലും നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.